ഗൈസ്, ഞങ്ങള് ഗുരുവായൂരിലേക്ക് പോകുന്ന പാതി വഴിയിലാണ്. ഏകദേശം 7 മണി സമയം, ഇപ്പൊ ഏകദേശം 7:30 ആയിട്ടുണ്ട്. ഞങ്ങൾ മൈസൂർ കഴിഞ്ഞു. ശില്പയ്ക്ക് എന്തോ ഒരു ചെറിയൊരു അത്ഭുതം, അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതം പറയണമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് കേൾക്കുക. അതെ, ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് എന്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതകരമായ സംഭവത്തിനെ കുറിച്ചാണ്. കല്യാണം തലേദിവസമായിരുന്നു ഞങ്ങൾ ഗുരുവായൂർ എത്തിച്ചേർന്നത്. എത്തുമ്പോഴേക്കും കുറച്ച് വൈകിയായിരുന്നു. ഒരു 6-7 മണിക്ക് ശേഷമായിരുന്നു ഞങ്ങൾ എത്തിയത്. അവിടുന്ന് ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായി അമ്പലത്തിൽ പോകണമെന്നിട്ട് പെട്ടെന്നായി പോകുന്ന സമയത്താണ്, അതായത് ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ പോകുന്നത്. എനിക്ക് ഒത്തിരി ദിവസത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ പോയി തൊഴണം എന്നുള്ളത്. അപ്പം വിവാഹം എനിക്ക് അവിടെ തന്നെ നടക്കും എന്നുള്ളത് എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്റെയും ഒത്തിരി ഒരു സന്തോഷത്തോടെ ഞാൻ ഇങ്ങനെ പോയി ഒന്ന് ഗുരുവായൂരപ്പനെ തൊഴണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി പോകുമ്പോഴേക്കും അവിടെ അവര് ക്ലോസിംഗ് ടൈം ആയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കയറാൻ സമ്മതിച്ചില്ല. അപ്പം കല്യാണം അടുത്ത ദിവസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെ പോയി കണ്ടേ പറ്റത്തുള്ളായിരുന്നു. ഞാനും അമ്മയും വീട്ടുകാരും എല്ലാവരും അവിടെ ഗാർഡൊക്കെ നിൽക്കുന്നവരടുത്തൊക്കെ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തു. ഒരു നോക്ക് എനിക്ക് അകത്ത് കയറ്റി വിട്ടില്ല സ്ഥലമില്ല. ഇത്രയും ഫസ്റ്റ് ടൈം വന്നത്, ഞാൻ വന്നത് തന്നെ ആദ്യമായിട്ടാണ്. അത് തന്നെയാണ് അടുത്ത ദിവസം കല്യാണമാണ്. എന്നിട്ട് ആളും ഗുരുവായൂരപ്പനെ കാണാൻ പറ്റില്ല തന്നെ. അത് എന്റെ മനസ്സിന് അത് അത്രയ്ക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാണാം. കാരണം ഇങ്ങനെ ഒരു നല്ല ദിവസമായിട്ട് ഓർമ്മ ഗുരുവായൂരപ്പനെ നമുക്കൊന്ന് കാണാൻ പറ്റില്ലെങ്കിൽ, ആ അനുഗ്രഹം കിട്ടിയില്ല, പിന്നെ നമ്മൾ അത്രയും ദൂരം ചെന്നിട്ട് അത് ഇത്രമാത്രം സങ്കടം ഉണ്ടാക്കും മനസ്സിന്. പിന്നെ സെക്യൂരിറ്റീസ് ഒക്കെ പറഞ്ഞു, നിങ്ങള് അവിടെ കൊടിമരത്തിന്റെ അടുത്ത് പോയി ചെന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കാണാൻ സാധിച്ചേക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ദൂരെ നിന്ന് തൊഴാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ ശരി, അത്യാവശ്യം ദൂരെ നിന്ന് ഒരു നോക്ക് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാൻ സാധിച്ച അത്രയും ഭാഗ്യം. കാരണം ഭഗവാന്റെ അനുഗ്രഹം എന്തായാലും വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും പിന്നെ ഫാമിലി എല്ലാവരും ഓടിച്ചെന്നു അങ്ങോട്ട്. അവിടെ വന്ന് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നിന്നായിരുന്നു. ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. പക്ഷെ നല്ല ആൾക്കൂട്ടവും തിരക്കും ഉണ്ടായതിനാൽ ഞങ്ങൾക്ക് അങ്ങനെ എത്ര നോക്കിയാലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ നിന്നും ചാടി ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഒരു നോക്ക് ദൂരെ നിന്ന് ചുമ്മാ ഒന്ന് കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിയെന്ന് ഒത്തിരി ഞാൻ നോക്കിക്കൊണ്ട് നിന്നായിരുന്നു. പക്ഷെ കാണാൻ സാധിച്ചേ ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഒത്തിരി നേരം ആയതുകൊണ്ട് പിന്നെ ശരി, ഇനി പറ്റത്തില്ലായിരിക്കും എന്നായിട്ട് തിരിച്ചു പോകാനൊക്കെ അമ്മയൊക്കെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. സമയമായല്ലോ, തിരിച്ചു പോയേക്കാന്ന് പറയുന്ന സമയത്ത് എനിക്കിങ്ങനെ കണ്ണ് നിറഞ്ഞ് ഞാൻ അവിടെ വെച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്ന ഒരാൾ അവിടെ ഉണ്ടായ സ്വാമി, അവിടുത്തെ ദേവസ്വം ബോർഡത്തെ ആളാണെന്ന് തോന്നും. അപ്പം അവരിങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് ഇരിക്കുന്ന കണ്ടിട്ട് അമ്മയോട് ചോദിച്ചായിരുന്നു എന്ത് പറ്റി, എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇവളുടെ കല്യാണമാണ് നാളെ, അപ്പൊ ഒരു നോക്ക് ഗുരുവായൂരപ്പനെ കണ്ട് അനുഗ്രഹം മേടിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു വന്നപ്പോ ഇങ്ങനെ എൻട്രൻസ് ക്ലോസ് ആയെന്ന് പറഞ്ഞു. അപ്പം ഇവിടുന്നെങ്കിൽ വന്ന് നോക്കാന്ന് വന്നപ്പോ കാണുന്നുമില്ല, അതുകൊണ്ട് ഒത്തിരി വിഷമിക്കുക. അപ്പൊ അവര് പറഞ്ഞു അവിടെ ദേവസ്വം ബോർഡത്തെ വേറെ ഒരു സ്വാമി അവിടെ ഉണ്ടായിരുന്നു, അവരോട് പോയി നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും, ഇങ്ങനെ വിവാഹം എന്ന് പറഞ്ഞാൽ അവര് നിങ്ങളെ കയറ്റി വിടാനുള്ള സാധ്യതയുണ്ട്, ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മ അപ്പൊ തന്നെ ഓടിച്ചെന്ന് ആ സ്വാമിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ മോളുടെ വിവാഹമാണെന്നൊക്കെ. അപ്പൊ പറഞ്ഞ തന്നെ ആ സ്വാമി ഞങ്ങൾക്ക് ഒരു ചീട്ടിൽ ഇങ്ങനെ എഴുതി തന്നു. അപ്പോൾ ഞങ്ങളെ കയറ്റി വിടാനായിട്ട്. അപ്പം ഗുരുവായൂർ അമ്പലം നട അടിക്കാനുള്ള സമയം കൂടി ആയായിരുന്നു, കുറച്ച് സമയം കൂടിയേ ഉള്ളായിരുന്നു. അപ്പം അവർ പറഞ്ഞായിരുന്നു നിങ്ങൾ പെട്ടെന്ന് കയറി ചെല്ലും, കാരണം നട അടിക്കാനുള്ള സമയം ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ അതേ വഴി തന്നെ ഓടിച്ചെന്ന് കയറി തന്നെ ശരിക്കും ഗുരുവായൂരപ്പന്റെ മുന്നേ തന്നെ ആയിരുന്നു കയറിയത്. ഞങ്ങൾ എന്തായാലും ഒത്തിരി ക്യൂ പോലും ഒന്നും നിൽക്കത് ഡയറക്റ്റായിട്ട് ഗുരുവായൂരപ്പനെ പോയി കണ്ടത് എന്റെ കണ്ണ് നിറഞ്ഞു. സത്യത്തിൽ ആ ഒരു മൊമെന്റ് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഞങ്ങള് ചെന്ന് കയറി തൊഴുതിറങ്ങിയ ഉടനെ തന്നെ കുറച്ച് സമയത്തിനകം തന്നെ അമ്പലം നട അടച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ ഇങ്ങനെ ആനയുടെ മേളില് 3 ചുറ്റു പ്രദക്ഷിണം ഇട്ടായിരുന്നു അമ്പലത്തിന്റെ ചുറ്റും. അപ്പൊ അതിന്റെ കൂടെ നടക്കാനുള്ള ഭാഗ്യം, അതായത് ഭഗവാന്റെ ഒപ്പം നടക്കാനുള്ള ഭാഗ്യം കൂടി കിട്ടി. അപ്പം എന്റെ ജീവിതത്തിൽ അത് ഒരു കംപ്ലീറ്റ് ആയ ഒരു
മൊമെന്റ് ആണ്. അത് അത്രയും സന്തോഷകരമായ, സന്തോഷം നിറഞ്ഞ ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആനിവേഴ്സറിന്ന് എന്റെ മനസ്സിൽ വന്നപ്പോ തന്നെ തോന്നിയത് ഗുരുവായൂരപ്പനെ തന്നെ പോയിട്ടൊന്ന് കണ്ട് നന്ദി പറയണം എന്നുള്ളത്. അപ്പൊ ഇതുപോലത്തെ അനുഭവങ്ങൾ എനിക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഈ ഭൂമിമേലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ പല അനുഭവങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം അതൊക്കെ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഷെയർ ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും.